കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ആണ്. അപ്പോൾ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് എന്താണ്, അതിൻ്റെ സ്റ്റേജസ്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോബ്ലം വരിക. അപ്പോൾ ഇതൊന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ബിൽഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം എന്തിൻ്റെ ബേസ് ആയിരിക്കും? ഫ്ലോർ ഏരിയ ആയിരിക്കും ബേസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ റെൻറ്റ്, റേറ്റ്സ്, ടാക്സസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ്, അതൊക്കെ എന്തായിരിക്കും? ഫ്ലോർ ഏരിയയുടെ ബേസിസിൽ. ബാക്കിയെല്ലാം അസറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസറ്റ് വാല്യൂ, ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്, ഇൻഷുറൻസ് ഓഫ് അസറ്റ് ഒക്കെ ആണെങ്കിൽ അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിൽ. പിന്നെ വരുന്നത് വർക്കേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതെല്ലാം ബേസ് വരുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് ആയിരിക്കും. അതല്ലാതെ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പവർ ആണെങ്കിൽ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ, ജനറൽ ഓവർ ഹെഡ്സ് ഡയറക്റ്റ് വേജസ്, സ്റ്റോഴ്സ് ഓവർ ഹെഡ് ഡയറക്റ്റ് വേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊരു പ്രോബ്ലം നോക്കാം. കൈരളി ലിമിറ്റഡ് ഹാസ് 5 ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, എ, ബി, സി, ഡി ആൻഡ് ഇ. എയും ബിയും സിയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്, ഡിയും ഇയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സും ആണ്. ഓവർഹെഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദി ഇയർ 2020 ആർ ആസ് ഫോളോസ്. അപ്പോൾ കൈരളി ലിമിറ്റഡിൻ്റെ ഓവർഹെഡ് എക്സ്പെൻസസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. റെൻറ്റ്, ഡിപ്രീസിയേഷൻ, അങ്ങനെ എല്ലാ എക്സ്പെൻസസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോർഷൻ കോസ്റ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ ഓവർഹെഡ് കോസ്റ്റുകളെല്ലാം 5 ഡിപ്പാർട്ട്മെൻറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ്. അപ്പോൾ അതിൻ്റെ ബേസിസ് ആയിട്ട് വരുന്നത് ഈ കാര്യങ്ങളായിരിക്കും. ഏരിയ, നമ്പർ ഓഫ് എംപ്ലോയീസ്, അതൊക്കെയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഏതാണ് ബേസ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ബേസ് വരിക? റെൻറ്റ് എന്തിനാണ്? ബിൽഡിങ്ങിന് അല്ലേ? അപ്പോൾ ബിൽഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തതെല്ലാം എന്തായിരിക്കും ബേസ് വരുന്നത്? ഏരിയ ആയിരിക്കും അല്ലേ? ഫ്ലോർ ഏരിയ ആയിരിക്കും. ഇപ്പോൾ റെൻറ്റ് ആണെങ്കിൽ എന്തായിരിക്കും ബേസ് വരിക? ഏരിയ ആയിരിക്കും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബിൽഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തതുള്ളത് എന്തായിരിക്കും? ഏരിയ ആയിരിക്കും അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ്. അപ്പോൾ എന്തായിരിക്കും? അസറ്റ് വാല്യൂവിൻ്റെ ബേസിലായിരിക്കും, അസറ്റ് വാല്യൂ. നെക്സ്റ്റ് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് എന്ന് തന്നിട്ടുണ്ട്. ബിൽഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തതെല്ലാം എന്തായിരിക്കും? ഏരിയ, ഫ്ലോർ ഏരിയയുടെ ബേസിസിലായിരിക്കും. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് എന്താണ്? അസറ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. പ്ലാന്റിൻ്റെ സെപ്പറേറ്റ് നമുക്ക് തന്നിട്ടില്ല. ഏരിയ, നമ്പർ ഓഫ് എംപ്ലോയി, വാല്യൂ, അസറ്റ്സ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും? ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിലായിരിക്കും. നെക്സ്റ്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്, അതൊക്കെ എന്തിനു തന്നെയാണ്? ബിൽഡിങ്ങിന് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും? ഏരിയ ആയിരിക്കും വരിക, ബേസായിട്ട് വരിക. ലൈറ്റിംഗ് വരിക എന്താണ്? നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ആണ് വരിക. ലൈറ്റിംഗ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്. ഇതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. പവർ ആണെങ്കിലോ ഹോഴ്സ് പവർ ആയിരിക്കും, HP, ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ്. നെക്സ്റ്റ് സ്റ്റോഴ്സ് ഓവർ ഹെഡ് ആണ് നെക്സ്റ്റ് വരുന്നത്. സ്റ്റോഴ്സ് ഓവർ ഹെഡ് ആണെങ്കിൽ എന്തായിരിക്കും? വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും. സ്റ്റോഴ്സ് ഓവർ ഹെഡ് ആണെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് സബ്സിഡി ടു ക്യാൻറ്റീൻ ആർക്കാണ്? എംപ്ലോയീസിനാണ്. അപ്പോൾ ബേസ് എന്തായിരിക്കും? നമ്പർ ഓഫ് എംപ്ലോയീസ് ആയിരിക്കും ബേസ് വരുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇപ്പോൾ ഓരോ ഓവർ ഹെഡും ഏത് ബേസിസിലാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഏരിയ അല്ലേ? റെൻറ്റ് ഏരിയയുടെ ബേസിസിലാണ്. അപ്പോൾ 10,800നെ നമ്മൾ ഏരിയയുടെ ബേസിസിൽ എക്കും ബിക്കും സിക്കും ഡിക്കും ഇക്കും ആണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏരിയയുടെ ബേസിസിൽ വരുമ്പോൾ എമൗണ്ട്സ് നോക്കി, 3,000:4,000:4,000:2,000:2,000 ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ റേഷ്യോനെ ചെറുതാക്കാം അല്ലേ? അപ്പോൾ ഇതിലെല്ലാത്തിലും തൗസൻഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ആ സീറോസിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ റേഷ്യോ എങ്ങനെ വരും? 3:4:4:2:2 3:4:4:2:2 എന്ന് വരും നമ്മുടെ റേഷ്യോ. അതേപോലെ തന്നെ എല്ലാ റേഷ്യോസിനെയും നമുക്കൊന്ന് ചെറുതാക്കാം. നമ്പർ ഓഫ് എംപ്ലോയീസ് വരുമ്പോൾ എന്താവും?
ഒന്ന് ചെറുതാക്കാം. അപ്പോൾ എങ്ങനെ വരും? 8:11:6:3:2 എന്ന് വരും. അപ്പോൾ റേഷ്യോ വരെ എങ്ങനെയാണ്? 8:11:6:3:2 എന്ന് വരും. അതിന് ഇനിയും നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല, അങ്ങനെ പറ്റുള്ളൂ. അതേപോലെ തന്നെ വാല്യൂ ഓഫ് അസറ്റ്സ് നമ്മൾ എങ്ങനെ വരും റേഷ്യോ? അപ്പോൾ 15:19:18:10:8 എന്ന് വരും റേഷ്യോ. 15:19:18:10:8. നെക്സ്റ്റ് എന്താണ്? നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് 15, 10, 7, 5, 3. അതങ്ങനെ തന്നെ ചെറുതാക്കാൻ പറ്റില്ല. ഇനി 15:10:7:5:3. നെക്സ്റ്റ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് ആണ്. ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് 400, 300, 200, 200 അല്ലേ? അപ്പോൾ ഇതിൽ 200s ആണ് വരുന്നത്. അപ്പോൾ ചെറുതാക്കുമ്പോൾ 4:3:2:2. അപ്പോൾ അതെന്താ? ഇക്ക് ഇല്ല. അപ്പോൾ എക്കും ബിക്കും സിക്കും ഡിക്കും മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഇക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് വരുമ്പോൾ എന്താണ്? ഡിക്ക് അത് കൊടുക്കണ്ട, ബാക്കിയുള്ളതിന് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് എങ്ങനെ വരും? 9:8:6:4 എന്ന് വരും റേഷ്യോ. 9:8:6:4. അതായത് ഡിപ്പാർട്ട്മെൻറ്റ്സിനില്ല, ഡിക്ക് ഇല്ല. അപ്പോൾ ഇതാണ് ബേസ് വരുന്നത്. അപ്പോൾ ബേസ് എങ്ങനെയാണ്, അതെങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഫോർമാറ്റ് വരയ്ക്കാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫോർമാറ്റ് വരാം. ഐറ്റംസ്, ബേസ്, ടോട്ടൽ എമൗണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും നമ്മൾ ഈ ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഐറ്റംസിൽ വരെ ഈ ഓവർ ഹെഡ്സ് ആണ് ബേസ്. ഏത് ബേസിസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ടോട്ടൽസ്. ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുള്ള എമൗണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അതിനനുസരിച്ച് ഈ കോളത്തിൽ ചേഞ്ച് വരും. അപ്പോൾ ഇതിൽ 5 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട്. അപ്പോൾ കോളംസ് വരുന്നത് എങ്ങനെയാണ്? ഐറ്റം, ബേസ്, ടോട്ടൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. എത്ര നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഐറ്റം വരുന്നത് എന്താണ്? നമുക്ക് വരുന്നത് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് റെൻ്റാണ് അല്ലേ? റെൻ്റാണ് വരുന്നത്. റെൻ്റ് എത്ര? 10,800 ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഐറ്റം നമുക്ക് കൊടുക്കാം റെൻറ്റ്. എമൗണ്ട് വരുന്നത് 10,800 ആണ്. 10,800. അപ്പോൾ റെൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ് അല്ലേ? ഏരിയ ആണ്. അപ്പോൾ ഏരിയ എങ്ങനെയാണ് റേഷ്യോ വരുന്നത്? 3:4:4:2:2 അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. റെൻറ്റ് ബേസായിട്ട് വരുന്നത് എന്താണ്? ഏരിയ ആണ്. എങ്ങനെയാണ്? 3:4:4:2:2 എന്നാണ് നമ്മുടെ റേഷ്യോ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് റെൻറ്റിനെ ഈ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് 10,800 ആണ്. ഈ 10,800-നെയാണ് 5 ഡിപ്പാർട്ട്മെൻറ്റ്സിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും? 10,800 ഇൻറ്റു ഫസ്റ്റ് വരുന്നത് എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് വരിക? 3 + 4 + 4 + 2 + 2 എത്രയാണ് വരിക? 15 അല്ലേ? അപ്പോൾ 15. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 ആണ് അല്ലേ വരുന്നത്. അപ്പോൾ എക്ക് എത്ര വരും? 10,800 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 15 ചെയ്തിട്ടുണ്ടെങ്കിൽ എക്ക് കിട്ടുന്ന എമൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. എങ്ങനെയാണ്? 10,800 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 15 എത്രയാണ് വരിക? 2,160 ആണ് വരുന്നത്. 2,160 അത് ഈ കോളത്തിൽ എഴുതും. നെക്സ്റ്റ് ബിക്ക് എത്രയാണ് വരിക? അപ്പോൾ ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. 10,800 ഇൻറ്റു 4/15. 10,800 ഇൻറ്റു 4/15. 10,800 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 15. 2,880. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എത്രയാണ്? 10,800 ഇൻറ്റു നെക്സ്റ്റ് എത്രയാണ് വരിക?
4 തന്നെയാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ 4/15 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എമൗണ്ട് തന്നെയാണ് വരിക 2880. നെക്സ്റ്റ് ഡി എത്രയാണ് വരിക? അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 2 ആണ്. അപ്പോൾ 2/15. അപ്പോൾ 10,800 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 15. ഇങ്ങനെ ഓരോന്നിൻ്റെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വയ്ക്കാം. നെക്സ്റ്റ് എത്രയാണ്? 2 തന്നെയാണ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് 2 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ സെയിം എമൗണ്ട് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെൻറ്റിൻ്റെ ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇനി എന്താണ്? നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ്. ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് എന്ത് ബേസ് തന്നെയാണ്? ഏരിയ. അപ്പോൾ എമൗണ്ട് വരുന്നത് എത്രയാണ്? 54,000 ആണ് വരുന്നത് അല്ലേ. ഇപ്പം നമുക്ക് നെക്സ്റ്റ് എഴുതാം ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്തിൻ്റെ ബേസിസിൽ തന്നെയാണ്? ഏരിയയുടെ ബേസിസിൽ തന്നെയാണ്. അപ്പോൾ ഏരിയ എത്രയാ? 3:4:4:2:2 എന്നുള്ള റേഷ്യോയിൽ തന്നെയാണ്. ടോട്ടൽ എമൗണ്ട് വരുന്നത് എത്രയാണ്? 54,000 ആണ്. ടോട്ടൽ എമൗണ്ട് വരുന്നത് 54,000 ആണ്. അപ്പോൾ ഇനി ഈ 54,000-ന് നമ്മളിത് ഡിവൈഡ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഇതും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എത്ര വരും? 54,000 ഇൻറ്റു 3/15 ആണ് വരിക അല്ലേ. 54,000 ഇൻറ്റു 3/15. അപ്പോൾ എത്രയാണ് വരിക? 10,800 ആണ് വരിക. അതേപോലെ തന്നെ ബാക്കി എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് 54,000 ഇൻറ്റു 4/15. 4/15 14,400. 54,000 ഇൻറ്റു അഗെയിൻ 4 തന്നെയാണ് അല്ലേ. 4/15 14,400 തന്നെയാണ് വരിക. നെക്സ്റ്റ് എത്രയാണ് വരിക? 54,000 ഇൻറ്റു 2/15. 2/15 ചെയ്യുക. 7,200 ആണ് വരുന്നത്. ഇപ്പോൾ 54,000 ഇൻറ്റു 2/15 തന്നെയാണ് നെക്സ്റ്റ് വരുന്നത്. അത് എത്രയാണ് വരിക? 7,200 തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് സെക്കൻഡും ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് ആണ് വരുന്നത്. അസറ്റ്സ് വരുമ്പോൾ എന്താണ്? അസറ്റ് വാല്യൂ ആണ് ബേസ് ആയിട്ട് വരുന്നത് അല്ലേ. അസറ്റ് വാല്യൂ നമുക്ക് നോക്കാം. എമൗണ്ട് 42,000 ആണ്. നമുക്ക് നോക്കാം ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ്, അസറ്റ് വാല്യൂ ആണ് ബേസ് ആയിട്ട് വരിക. ടോട്ടൽ എമൗണ്ട് എത്രയാണ് വരുന്നത്? ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് 42,000 ആണ് വരുന്നത്. 42,000. അപ്പോൾ ബേസ് അസറ്റ് വാല്യൂ ആണ് വന്നത് അല്ലേ. അസറ്റ് വാല്യൂ ഓഫ് അസറ്റ്സ് അല്ലേ. വാല്യൂ ഓഫ് അസറ്റ്സിനെ നമ്മളെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 15:19:18:10:8 എന്നാണ് വന്നത് അല്ലേ. നോക്കാം, കൊടുക്കാം. ഇവിടെ നമുക്ക് 15:19:18:10:8. അപ്പോൾ ഇനി നമ്മളിത് ഡിവൈഡ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ 42,000ഉം ഈ 5 ഡിപ്പാർട്ട്മെൻറ്റ്സിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് ടോട്ടൽ എത്രയാണ് വരിക? 15 + 19 + 18 + 10 + 8 എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കണം. ഇപ്പോൾ 15 + 19 + 18 + 10 + 8 വരുന്നത് 70 ആണ് വരുന്നത്. 80 വരുന്നത് 70 ആണ് ടോട്ടൽ വരിക. അപ്പോൾ നമ്മളെങ്ങനെ ഡിവൈഡ് ചെയ്യും? 42,000 ഇൻറ്റു 15/70 അല്ലേ. ഫസ്റ്റ് 15 ആണ് വരുന്നത്. അപ്പോൾ എക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 42,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 70. 42,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 70. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 42,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 70. 9,000 ആണ് ആൻസർ വരുന്നത്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്യാം. 42,000 ഇൻറ്റു 19 ഡിവൈഡഡ് ബൈ 70. 42,000 ഇൻറ്റു 19 ഡിവൈഡഡ് ബൈ 70. അതേപോലെ തന്നെ 42,000 ഇൻറ്റു നെക്സ്റ്റ് എങ്ങനെയാണ് വരിക? 18 ഡിവൈഡഡ് ബൈ 70.
18 divided by 70. Next 42,000 into 10 divided by 70. Last 42,000 into 8 divided by 70. അപ്പോൾ അതിൻ്റെ എമൗണ്ട്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ആയതുകൊണ്ട് അതിൻ്റെ വരുന്നത് ഏതാണ്? ഏരിയ ആണ്. അപ്പോൾ ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് 9,600 ആണ് വരുന്നത്. ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് 9,600. ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് 9,600 ആണ്. ബേസ് വരുന്നത് എന്താ? ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് 3:4:4:2:2 ആണ് നമ്മുടെ റേഷ്യോ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ മുമ്പത്ത് ചെയ്ത പോലെ തന്നെ ഇതിനെയും ചെയ്യുക. എങ്ങനെയാണ് വരിക? 9,600 into 3 divided by 15. 3 divided by 15. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുമ്പോൾ 4 divided by 15 അല്ലേ. 9,600 into 4 divided by 15. നെക്സ്റ്റ് അടുത്തതും 4 തന്നെയാണ്. അപ്പോൾ 9,600 into 4 divided by 15. നെക്സ്റ്റ് 2 ആണ്. 9,600 into 2 divided by 15. അഗെയിൻ 2 ആണ് വരുന്നത്. 9,600 into 2 divided by 15. ഇപ്പോൾ വരുന്ന വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂസ് എഴുതാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 1,920 ആണ് വരുന്നത്. നെക്സ്റ്റ് 2,560. നെക്സ്റ്റ് സെയിം ആൻസർ തന്നെയാണ് വരിക. നെക്സ്റ്റ് വരുന്നത് 1,280. രണ്ടും 2/15 ആണ്. അപ്പോൾ സെയിം ആൻസർ തന്നെയാണ് വരിക. അപ്പോൾ ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ്. അപ്പോൾ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് വരുമ്പോൾ ബേസ് എന്താണ്? അസറ്റ് വാല്യൂ. അപ്പോൾ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് എമൗണ്ട് 8,400 ആണ് വരുന്നത്. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് 8,400. ബേസ് വരുന്നത് എന്താണ്? അസറ്റ് വാല്യൂ ആണ് അല്ലേ. ബേസ് വരുന്നത് അസറ്റ് വാല്യൂ ആണ്. അസറ്റ് വാല്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അസറ്റ് വാല്യൂ ഇത് തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. 15:19:18:10:8. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വരുന്നത് 70 ആണ്. നമുക്ക് ഇതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് 8,400 into 15 divided by total 70. 8,400 into 15 divided by 70. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം നമുക്ക്. 8,400 into 19 divided by 70. 8,400 into 18 divided by 70. 8,400 into 10 divided by 70. 8,400 into 8 divided by 70. അപ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് ഇവിടെ ഒന്ന് എഴുതി വയ്ക്കാം. 1,800, 2,280, 2,160, 1,200, 960. അപ്പോൾ ഇത്രയുമാണ് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? റേറ്റ്സ് ആൻഡ് ടാക്സസ് ആണ്. ബേസ് വരുന്നത് ഏരിയ തന്നെയാണ്. എമൗണ്ട് വരുന്നത് 3,000 ആണ്. അപ്പോൾ റേറ്റ്സ് ആൻഡ് ടാക്സസ് 3,000 ആണ് വരുന്നത്. ബേസ് ഏരിയ ആണ്. ഏരിയ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. 3:4:4:2:2. അപ്പോൾ ഇതേ റേഷ്യോയിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. 3,000 into 3/15, 3,000 into 4/15, 3,000 into 4/15, 3,000 into 2/15, 3,000 into 2/15. ഇപ്പോൾ വരുന്ന എമൗണ്ടുകൾ എഴുതി വയ്ക്കാം. 600, 800,
800, 400, 400 ഇങ്ങനെയാണ് എമൗണ്ടുകൾ വരുന്നത്. അപ്പോൾ റേറ്റ്സ് ആൻഡ് ടാക്സസ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് 12,800 ആണ് എമൗണ്ട് വരുന്നത്. ബേസ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വയ്ക്കാം. ലൈറ്റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. ബേസ് വരുന്നത് എന്താ? നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്. എമൗണ്ട് വരുന്നത് 12,800. അപ്പോൾ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 15:10:7:5:3 എന്നുള്ളതാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ അത് ഇവിടെ ഒന്ന് എഴുതി വയ്ക്കാം. 15:10:7:5:3 എത്രയാണ്? 40 ആണ് വരിക. ഇപ്പോൾ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. മുമ്പ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് 12,800 ഇൻറ്റു ഫസ്റ്റ് വരുന്നത് 15 ആണ് അല്ലേ? 15 ഡിവൈഡഡ് ബൈ 40. നെക്സ്റ്റ് 12,800 ഇൻറ്റു നെക്സ്റ്റ് വരുന്നത് 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 40. നെക്സ്റ്റ് 12,800 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 40. നെക്സ്റ്റ് 12,800 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 40. നെക്സ്റ്റ് 12,800 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 40. കിട്ടുന്ന എമൗണ്ട്സ് ഒന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ 4,800 ആണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് 3,200, 2,240, 1,600, 960. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ലൈറ്റിങ്ങും കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പവർ. പവറിൻ്റെ ബേസ് വരുന്നത് ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് ആണ്. എമൗണ്ട് 16,500 ആണ്. നമുക്കത് ഇവിടേക്ക് എഴുതാം. പവർ HP ഓഫ് മെഷീൻസ് ആണ് വരുന്നത് ബേസ്. എമൗണ്ട് വരുന്നത് 16,500 ആണ്. അപ്പോൾ HP ഓഫ് മെഷീൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 4:3:2:2. പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഇല്ല അല്ലെ? ഇ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇല്ല. ABCD 4 ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. 4:3:2:2 എന്നുള്ളതാണ് നമ്മുടെ റേഷ്യോ വരുന്നത്. 4:3:2:2. എക്കും ബിക്കും സിക്കും ഡിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ എത്രയാണ് വരിക? 4 + 3 7 9 11 അല്ലേ? ടോട്ടൽ 11 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 16,500 ഇൻറ്റു 4/11. നെക്സ്റ്റ് വരുമ്പോൾ 16,500 ഇൻറ്റു 3/11. നെക്സ്റ്റ് 16,500 ഇൻറ്റു 2/11. നെക്സ്റ്റ് 16,500 ഇൻറ്റു 2/11. അപ്പോൾ ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇല്ല. ഇപ്പോൾ എമൗണ്ട്സ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ 6,000, 4,500, 3,000, 3,000 2 തന്നെയാണ് വരുന്നത്. അപ്പോൾ സെയിം തന്നെയായിരിക്കും 3,000. അപ്പോൾ ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇല്ല. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വരുന്നത് സ്റ്റോഴ്സ് ഓവർ ഹെഡ് ആണ്. സ്റ്റോഴ്സ് ഓവർ ഹെഡ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ആണ് ബേസ് വരുന്നത്. നോക്കാം. സ്റ്റോഴ്സ് ഓവർ ഹെഡ് വാല്യൂ ഓഫ് മെറ്റീരിയൽ എമൗണ്ട് എത്രയാണ് വരുന്നത്? 5,400 ആണ് വരുന്നത്. 5,400. അപ്പോൾ വാല്യൂ ഓഫ് മെറ്റീരിയൽ 9:8:6:4. അത് 4 ഡിപ്പാർട്ട്മെൻറ്റിനുള്ളൂ അല്ലേ? ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇല്ലാത്തത്? ഡി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് അതില്ല. അപ്പോൾ 9:8:6:4. 9:8:6:4. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? 27 ആണ് വരിക അല്ലേ? നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 5,400 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 27. നെക്സ്റ്റോ
and 5400 into 8 divided by 27. Next department C ക്ക് 5400 into 6 divided by 27. നെക്സ്റ്റ് ഡിക്ക് ഇല്ല അല്ലേ, ഡി ഡിപ്പാർട്ട്മെൻറ്റിനില്ല. നെക്സ്റ്റ് ലാസ്റ്റ് ഇക്കാണ് വരുന്നത് 5400 into 4 divided by 27. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. 1800, 1600, 1200 and 800. ഇത്രയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട്. സബ്സിഡി ടു ക്യാൻറ്റീൻ ആണ് വരുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് ബേസ്. സബ്സിഡി ടു ക്യാൻറ്റീൻ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് ബേസ് വരുന്നത്. എമൗണ്ട് എത്രയാണ്? 15,500 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 8:11:6:3:2 എന്നാണ് വരുന്നത്. 8:11:6:3:2. അപ്പോൾ 30 ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഉണ്ട് അല്ലേ. ഇപ്പോൾ 15,600 into 8 divided by 30. 15,600 into 11 divided by 30 അല്ലേ. 11 divided by 30. നെക്സ്റ്റ് വരുമ്പോൾ 15,600 into 6 divided by 30. നെക്സ്റ്റ് 15,600 into 3 divided by 30. ലാസ്റ്റ് 15,600 into 2 divided by 30. അപ്പോൾ അതിൻ്റെ എമൗണ്ട്സ് കൂടി എഴുതാം. 4,160, 5,720, 3,120, 1,560, 1,040. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഇയുടെയും ടോട്ടൽ ചെയ്യുക. അപ്പോൾ എയുടെ ടോട്ടൽ ചെയ്യുമ്പോൾ 2,160 plus 10,800 plus 9,000 plus 1,920 plus 1,800 plus 600 plus 4,800 plus 6,000 plus 1,800 plus 4,160. ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ടോട്ടൽ കോളത്തിൻ്റെയാണ് ഇത്. ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി ഡി ഇ. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ എന്തുമാത്രം പഠിച്ചാൽ മതി? ബേസ് മാത്രം. ബേസ് അത്ര കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. എന്താണ്? ബിൽഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തതെല്ലാം ഏരിയയുടെ ബേസിൽ, അസറ്റായിട്ട് റിലേറ്റ് ചെയ്തതെല്ലാം അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിൽ, എംപ്ലോയീസ് ആയിട്ട് റിലേറ്റ് ചെയ്തതെല്ലാം നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിസിൽ. പിന്നെ അഡീഷണൽ ആയിട്ട് 3-4 കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ലൈറ്റിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്, പിന്നെ വരുന്ന പവർ ആണെങ്കിൽ ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ്, സ്റ്റോഴ്സ് ഓവർ ഹെഡ് ആണെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് വരും. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പഠിക്കാം. ജനറൽ ഓവർ ഹെഡ്സ് ആണെങ്കിൽ ഡയറക്റ്റ് വേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഇതിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ.